അസുരന്റെ തൊട്ടാവാടി പെണ്ണ്. രചന വിജയ് സത്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാട്ടിൻപുറത്തെ പച്ചപ്പിൽ പൂത്തുലഞ്ഞ വാടാമല്ലി പൂ പോലെ ഒരു പാവം പെൺകുട്ടിയാണ് മീര. ഏതൊരു പുരുഷന്റെയും ഉള്ളിൽ കൗതുകമുണർത്തുന്ന ഒരു പ്രകൃതിദത്ത സൗന്ദര്യം അവൾക്കുണ്ട്. സന്തോഷം വന്നാൽ പൂത്തുവിരിയുന്ന ചിരിയും ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കേട്ടാൽ ഉടൻ മുഖം വാടുന്ന പ്രകൃതമുള്ള പെൺകിടാവ്. വെളുത്തുമെലിഞ്ഞ സ്ലിമ്മായ ശരീരപ്രകൃതിയും ചാരുതയുള്ള പെരുമാറ്റവും അവളുടെ ഗ്രാമീണതയ്ക്ക് ഒരു പ്രത്യേക മാറ്റുകൂട്ടുന്നു. അവളുടെ നീണ്ട കറുത്ത മുടി കാറ്റിൽ അഴകോടെ പാറിക്കളിക്കുമ്പോൾ തുടുക്കുന്ന അവളുടെ മുഖവും തിളങ്ങുന്ന കണ്ണുകളും ആരുടെയും ശ്രദ്ധ ആകർഷിക്കും. അവളുടെ സൗമ്യമായ സ്വഭാവവും ഈ തൊട്ടാവാടി ഭാവമുള്ളതുകൊണ്ട് അവളുടെ കൂട്ടുകാരികൾ അവളെ തൊട്ടാവാടി എന്ന് വിളിച്ചു. അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സബ്ജക്റ്റും മറ്റുള്ളവരുടെ ഉള്ളിൽ ആഴത്തിൽ പറഞ്ഞു പതിപ്പിക്കാൻ പറ്റുന്ന ഒരു ടീച്ചിങ് മനോഭാവം അവളിലുണ്ട്. ആരെയും ആകർഷിക്കുന്ന സംഭാഷണ ചാതുര്യം കൂടിയാണ് അവളിലെ മറ്റൊരു പ്രധാന ഘടകം. ബിരുദങ്ങൾ സമ്പാദിച്ചു കൂട്ടിയിട്ട് പോലും അവൾക്കൊരു ജോലി തരപ്പെട്ടിട്ടില്ല. മീരയുടെ ഗ്രാമീണ മനോഭാവമൊന്നും ഇന്നത്തെ ട്രെൻഡായ ജൻസി സമൂഹത്തിനിടയിൽ വില പോകുന്നില്ലെന്നതായിരിക്കാം കാരണം. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹം പുറത്തുണ്ടെന്നതും പരമ്പരാഗതമായ ഗ്രാമീണ ശൈലിയിലുള്ള ജീവിതമായതുകൊണ്ടും എക്സ്ട്രോവർട്ടുകളുടെ ലോകത്തിൽ പിടിച്ചേൽക്കാൻ പറ്റുന്നില്ല. കാലം എത്ര പുരോഗമിച്ചാലും ഇത്രയും പുതിയ ജൻസി ആൽഫയുടെ കാലഘട്ടത്തിൽ ജനിച്ചാൽ പോലും തെരുവിലെ കുട്ടിയെന്നും പ്രാകൃതം തന്നെ. ഗ്രാമത്തിലെ കുട്ടി ഗ്രാമവാസി തന്നെ. ഇങ്ങനെയൊക്കെ ആലോചിച്ച് ദുഃഖിച്ചിരിക്കുന്ന മകളെ കണ്ട ആ അമ്മയ്ക്ക് സഹിച്ചില്ല. ജോലിയില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന അവളെക്കുറിച്ച് ആലോചിച്ച് ആ അമ്മയും വിഷമിച്ചു. ഒരു ദിവസം മീരയുടെ അമ്മ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് തന്റെ മകളുടെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ണീരൊഴുക്കി. വിഷയം കേട്ട പ്രസിഡന്റ് പട്ടണത്തിലുള്ള തന്റെ ഒരു സുഹൃത്തായ കൗൺസിലറെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ഡെങ്കൽ കോളനിയിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ ഒരു ടീച്ചർ ആവശ്യമുണ്ടെന്നും അതിന് പഠിപ്പുള്ളൊരു പെൺകുട്ടിയെ വേണമെന്നും അറിയുന്നത്. ജോലി ഡെങ്കൽ കോളനിയിലാണെന്ന് കേട്ടപ്പോൾ മീരയെ സ്നേഹിക്കുന്ന നാട്ടുകാർ ആകമാനം നടുങ്ങി. ആ നഗരത്തിനോടടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതൊരു വൃത്തികെട്ട കോളനിയാണെന്ന്. ആരും അങ്ങോട്ട് പോവാറില്ല. അവിടെ പഠിപ്പിക്കാൻ പോയാൽ മീരയുടെ മാനവും അഭിമാനവും ഒക്കെ പോകുമെന്നായിരുന്നു നാട്ടുകാരുടെ പേടി. അജാതി വകതിരിവില്ലാത്തവരാണ് ആ കോളനിയിൽ താവളമാക്കിയിരിക്കുന്നവർ. ഒരു ദിവസം പൈപ്പിൻ ചോട്ടിൽ വെച്ച് അയലത്തെ പെണ്ണുങ്ങൾ അവൾ ഉപദേശിച്ചു. എടി മീരമോളെ, നീ അങ്ങോട്ട് ചെല്ലല്ലേ കേട്ടോ, അത് ഒട്ടും നല്ല കോളനിയല്ല. പണിയില്ലെന്ന് പറഞ്ഞ് നീ അങ്ങോട്ട് പോയാലേ നിന്റെ ഭാവി തന്നെ പോവും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിന് വിഷമിക്കണ്ട, ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് കൃഷിപ്പണിക്ക് കൂടിക്കോ. പക്ഷേ മീര അവരുടെ ഉപദേശത്തിന് വഴങ്ങിയില്ല. അവൾ വീട്ടിലെത്തി അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കൃഷിപ്പണി എടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിഷമവുമില്ല. എങ്കിലും ഞാൻ ആ ഡെങ്കൽ കോളനിയിൽ പോയി ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ തീർച്ചയായിട്ടും അങ്ങോട്ട് പോകും. അമ്മ എന്നെ ഭയത്തിന്റെ പേരിലാണെങ്കിൽ തടയണ്ട, ഞാൻ ഒന്നിനെയും ഭയക്കുന്നവളല്ല. അങ്ങനെ ദൃഢനിശ്ചയത്തോടെയാണ് ഒരു ദിവസം മീര ഡെങ്കൽ കോളനിയിലേക്ക് ആ ജോലിക്കായി പുറപ്പെടുന്നത്. തിരക്കേറിയ നഗരത്തിലെ പല ചേരികളിലൊന്നാണ് ഡെങ്കൽ കോളനി. അവിടെയാണ് ക്രൂരതയുടെ പര്യായമെന്നോണം കുബ്ബള ഗൊഗ്ഗു വസിക്കുന്നത്. ഉത്തരേന്ത്യയിലെ ഡെങ്കൽ എന്ന പ്രദേശത്തു നിന്ന് കുടിയേറിയ കുറെ നാടോടികളാണ് ഡെങ്കൽ ചേരിയിൽ ഇപ്പോൾ വർഷങ്ങളായി താമസം ഉറപ്പിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ നിന്നും ആക്രമണ പരമ്പരകൾ നടത്തിയ ശേഷം പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രധാന പ്രതിയാണ് ഡെങ്കൽ കോളനിയിൽ താമസിക്കുന്ന കുമ്പള ഗൊഗ്ഗു. കുമ്പള സ്കൂളിൽ വെച്ച് വെറും 14-ാം വയസ്സിൽ ക്ലാസ്മേറ്റിനെ കുത്തി പരിക്കേൽപ്പിക്കുകയും ആവിയുടെ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞ മറ്റു കുട്ടികളെ ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷമാണ് അവൻ ഡെങ്കൽ കോളനിയിലേക്ക് എത്തിയത്. പോലീസിന് ഭയന്ന് ഡെങ്കൽ കോളനിയിൽ ആളില്ലാത്ത വീടിന്റെ തിണ്ണയിൽ പനിയും പട്ടിണിയും കിടന്ന് അവനെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണവും മരുന്ന് നൽകിയത് ഈ സോമണ്ണയായിരുന്നു. ഗൊഗ്ഗുവിന് അന്ന് തൊട്ട് ഇന്നുവരെ ഈ സോമണ്ണയാണ് രക്ഷിതാവ്. കഷ്ടകാലത്ത് തന്നെ കൂടെ നിർത്തിയ സോമണ്ണയോട് ഗൊഗ്ഗുവിന് തീർത്താൽ തീരാത്ത കടപ്പാടാണ്. കേസ് ഭയന്ന് ഓടിപ്പോയ മകൻ കൊച്ചിയിലുണ്ടെന്നറിഞ്ഞപ്പോൾ കുമ്പളയിൽ നിന്ന് അമ്മ വന്ന് കൂടെ താമസം തുടങ്ങി. സ്റ്റാമ്പിന്റെ പണം മോഷ്ടിച്ച യഥാർത്ഥ കള്ളനായ കൂട്ടുകാരനെ സ്കൂൾ അധികൃതർ പിന്നീട് കണ്ടെത്തിയതും ഗൊഗ്ഗുവിന്റെ കുത്തേറ്റ് കൈമുറിവേറ്റ വിദ്യാർത്ഥി കേസിനൊന്നും പോയില്ലെന്ന് അമ്മ പറഞ്ഞറിഞ്ഞിട്ടും ഗൊഗ്ഗു നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. ഇതിനിടെ അവിവാഹിതനായിരുന്ന സോമണ്ണ വിധവയായ ഗൊഗ്ഗുവിന്റെ അമ്മയെ വിവാഹം ചെയ്തു. ഈ ഗൊഗ്ഗു ആളൊരു പരിക്കനാണെങ്കിലും ഉള്ളിൽ നന്മയുള്ളവനാണ്. സത്യത്തിൽ അന്ന് സ്കൂളിൽ നടന്ന വേറെ കഥയാണ്. ഗൊഗ്ഗു ഒരു തെറ്റും ചെയ്തിരുന്നില്ല. സ്കൂളിൽ നിന്നും പുതിയ സ്റ്റാമ്പ് വിതരണം ചെയ്തപ്പോൾ ഗൊഗ്ഗുവിന്റെ ക്ലാസ്സിലെ ലീഡറിനെയാണ് അത് കുട്ടികൾക്ക് ഓരോരുത്തർക്കും നൽകി കാശ് കളക്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരുന്നത്. 9-ാം ക്ലാസ് ലീഡറിന്റെ ഒരു സുഹൃത്താണ് ലീഡർ സ്റ്റാമ്പ് വിൽപ്പന ചെയ്ത് സ്വരൂപിച്ച കാശ് ലീഡർ അറിയാതെ ലീഡറിന്റെ ബാഗിൽ കൈയിട്ടെടുത്ത് മുക്കിയത്. നോട്ടുകൾ മുഴുവൻ അടിച്ചു മാറ്റിയ ശേഷം അതേ കൂട്ടത്തിൽ ലഭിച്ച ചില്ലറ മനഃപൂർവ്വം ഗൊഗ്ഗുവിന്റെ സ്കൂൾ ബാഗിലിട്ടാണ് അവൻ ഗൊഗ്ഗുവിനെ കുടുക്കിയത്. എന്നിട്ട് അതിന്റെ കുറ്റം മുഴുവൻ ഗൊഗ്ഗുവിന്റെ മേൽ പഴിചാരി രക്ഷപ്പെട്ടു. ചില്ലറ കണ്ടെത്തിയ തെളിവോടെ പിടിക്കപ്പെട്ട ഗൊഗ്ഗു നോട്ടുകൾ മുഴുവൻ ചെലവാക്കി തീർത്തു എന്ന് കരുതി ഹെഡ്മാസ്റ്റർ അവനെ ശിക്ഷിച്ചു. സ്കൂളിൽ നിന്നും പുറത്താക്കി. അതിന്റെ ദേഷ്യം തീർക്കാനാണ് ലീഡറുടെ സുഹൃത്തിന്റെ കൈത്തണ്ടിൽ കത്തികൊണ്ട് കുത്തിയത്. കൂടാതെ തനിക്കെതിരെ മൊഴി പറഞ്ഞ എല്ലാ സുഹൃത്തുക്കളെയും തല്ലി പരിക്കേൽപ്പിച്ച ശേഷം അവൻ കുമ്പള എന്ന ആ നാട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്. സത്യത്തിൽ ഗൊഗ്ഗു വന്നതിന് ശേഷമാണ് സോമണ്ണ പോലും ഉഷാറായത്. സോമണ്ണ ഡെങ്കൽ ചേരിയിലെ നായകനായത് പിന്നീട് ഒരു കഥയുണ്ട്. മധ്യവയസ്കരും കുടവയറിനുമായ സോമണ്ണയുടെ വീട് ആ ചേരിയുടെ പുറകിലായിരുന്നു. അയാളുടെ പ്രായമായ അമ്മയുടെ മാല മോഷ്ടിച്ചു കൊണ്ടോടുന്ന ഒരു ഡെങ്കൽ നാടോടിക്കള്ളനെ ഈ ഗൊഗ്ഗു കൈയോടെ പിടികൂടി അമ്മമ്മയുടെ മാല തിരിച്ചേൽപ്പിച്ചു. അതോടെ ഗൊഗ്ഗു അവിടെ ഹീറോയായി.
ഗൊഗുവിനെ മുൻനിർത്തി സോമണ്ണയും പിന്നെ അവിടെയുള്ള ചേരി നിവാസികളെ ഭരിക്കാൻ തുടങ്ങി. ചിരിക്കുമ്പോൾ കവിളിൽ വിരിയുന്ന ആ മനോഹരമായ നുണക്കുഴികൾ അവനൊരു പ്രത്യേക മാന്ത്രികത നൽകുന്നു. ആ കട്ടത്താടിയും മീശയും ചുരുണ്ട മുടിയും ഒപ്പം റഫായിട്ടുള്ള വസ്ത്രധാരണവും ആരെയും അവനിലേക്ക് ആകർഷിക്കും. ജീവസുറ്റ കണ്ണുകളും ഇതോടൊപ്പം പെർഫ്യൂമിന്റെ ആ സുഗന്ധവും വസ്ത്രങ്ങളുടെ ആ വൃത്തിയും കളർ കോമ്പിനേഷനിലെ ആ കൃത്യതയും കുമ്പള ഗൊഗുവിനെ കൂടുതൽ സ്റ്റൈലിഷ് ആക്കുന്നു. പെൺകുട്ടികളോട് സംസാരിക്കുമ്പോൾ കൈയെടുത്ത് മീശ അല്പം തിരിച്ചിട്ട് ഒരു കോൺകണ്ണിലൂടെ പുഞ്ചിരിച്ചുകൊണ്ടുള്ള അവന്റെ നോട്ടം ഏതൊരു പെണ്ണിന്റെയും ഉള്ളെന്ന് തുടിക്കും. പരിക്കൻ മുഖവും ദേഷ്യപ്പെട്ടാൽ തീപ്പൊരി പറക്കുന്ന കണ്ണുകളുമുള്ള അവനെ ആളുകൾ പേടിച്ചിരുന്നു. കാരണം അവന്റെ തൊഴിൽ നാട്ടിലെ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു. പക്ഷെ അവൻ ആക്രമിക്കുന്നത് അധർമ്മികളെയാണെന്ന് മാത്രം ആരും തിരിച്ചറിയാറില്ല. അതുകൊണ്ട് മുതിർന്നപ്പോഴും തെമ്മാടിയാണെന്ന പേരിൽ അറിയപ്പെട്ടു. അതേസമയം നഗരത്തിലെ കൗൺസിലറുടെ നേതൃത്വത്തിലുള്ള ഒരു ജീവകാരുണ്യ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കാനായി യാത്ര തിരിച്ച മീരയുടെ ബസ് പട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ഡെങ്കൽ കോണിലേക്കുള്ള മീരയുടെ യാത്രാ വഴി മധ്യേ ശക്തമായി എല്ലാവരും എതിർത്തിട്ട് പോലും അതൊന്നും കൂട്ടാക്കാതെ ചേരിയിലെ കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചമെത്തിക്കാനായി അവരുടെ ഉള്ളം വെമ്പുകയായിരുന്നു. കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം നൽകാനും അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതും തന്റെ ജീവിത ലക്ഷ്യമായി അവൾ കണ്ടു. നഗരത്തിൽ ബസ് ഇറങ്ങിയ മീര ഡെങ്കൽ കോളനിയിലേക്കുള്ള വഴി ചോദിച്ചത് അവളുടെ മുഖം നോക്കി പുഞ്ചിരിച്ചൊരു മുതിർന്ന സ്ത്രീയായ രാക്കമ്മയോടായിരുന്നു. ഡെങ്കൽ കോളനിയിലേക്കോ? അങ്ങനെ ചോദിച്ചുകൊണ്ട് രാക്കമ്മ അവളെ നെറ്റി വിളിച്ചെന്ന് നോക്കി. അവൾ അധികം തലയാട്ടി. അത് കേട്ടപ്പോൾ അവരുടെ മുഖം വിടന്നു. തനിക്കൊരു ഇരയെ കിട്ടിയെന്ന ഭാഗത്തിൽ അവർ പറഞ്ഞു, അതെനിക്കറിയാം, അതെന്റെ സ്ഥല, അങ്ങോട്ടാണ് വഴി, കുറച്ചു ദൂരം നടന്നു ചെന്നാൽ മതി. അവർ അലക്ഷ്യമായി പട്ടണത്തിലെ ബിൽഡിങ്ങുകൾക്കിടയിലുള്ള ഏതോ റോഡിലേക്ക് വഴി ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു. മീരയ്ക്കൊന്നും മനസ്സിലായില്ല. ആൾ ദയനീയമായി അവരെ നോക്കി. അതിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ രാക്കമ്മ പറഞ്ഞു, ഞാൻ കൂടെ വരാം. ആ സ്ത്രീ ഒരു ഗൂഢലക്ഷ്യത്തോടെ മീരയും കൊണ്ട് ഡെങ്കൽ കോളനി ലക്ഷ്യമാക്കി നടന്നു. ഡെങ്കൽ കോളനിയിൽ ആരെ കാണാനാ? അവിടെ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ഒരു കൾച്ചർ സെന്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഉടമയെ കാണാൻ. അത് പൂട്ടിയിട്ട് വർഷങ്ങളായല്ലോ. സോമണിയുടേത് അടിഞ്ഞു പൊളിയാറായ കെട്ടിടം. അയാളെ കാണാനാണോ? നിനക്ക് ബിസിനസ് തുടങ്ങാനാണോ? കുറേ പേരുണ്ടോ നിന്റെ കസ്റ്റഡിയിൽ? അതെ, ഇവിടുത്തെ പിള്ളേരെ കൂടി ചെറിയൊരു ബിസിനസ്സാണ്. മീരയുടെ ആ ഉത്തരം രാക്കമ്മയെ ശരിക്കും തെറ്റിദ്ധരിപ്പിച്ചു. അവരാ ദൂഷിച്ച കണ്ണോട് അവൾ ആകമാനൊന്ന് ഒഴിഞ്ഞു നോക്കി. എന്നിട്ട് വായ്ക്കുള്ളിൽ നാവ് കവിളിലിട്ട് കറക്കിയിട്ട് പറഞ്ഞു, ഏതായാലും നിന്റെ ബിസിനസ് പൊടി പൊടിക്കും. അതിനു മുമ്പ് ഇവിടുത്തെ ആമ്പിള്ളയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് എടുക്കണം. ലൈസൻസോ? ഞാൻ ചോലപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലറുടെ അനുമതിയോടുകൂടിയാണ് ഇത് തുടങ്ങുന്നത്. അതൊന്നും വേണ്ടെന്നേ. ഈ പിള്ളേര് സമ്മതിച്ചാൽ തന്നെ നിന്റെ ബിസിനസ് പൊടി പൊടിക്കും. അതിന് ആമ്പിള്ളേര് പെമ്പിള്ളേരൊന്നും വകതിരിവൊന്നുമില്ല. എല്ലാ കുട്ടികളെയും ചേർത്താണ് പഠിപ്പിക്കുന്നത്. ആണോ? കൊള്ളാം, നീ ആള് കൊള്ളാലോ. അവരങ്ങനെ പറഞ്ഞുകൊണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിച്ചു. അവരുടെ ദ്വയാർത്ഥ വാക്കുകളൊന്നും മീരക്ക് മനസ്സിലായില്ല. അവൾ അവിടെ സത്യം പറഞ്ഞു. അവർ നേരെ തന്ത്രപൂർവ്വം ഗുണ്ടാസംഘങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഗുണ്ടാസംഘത്തിന്റെ തലവനെ നോക്കി രാക്കമ്മ ഉത്തരേന്ത്യൻ ഭാഷയിൽ എന്തോ പറഞ്ഞു. അയാളൊരു 100 രൂപ എടുത്ത് രാക്കമ്മയുടെ നേരെ നീട്ടി. അതുകൊണ്ട് കലിപ്പോടെ രാക്കമ്മനെയും തുള്ളി. അപ്പോൾ അയാൾ എന്തൊക്കെയോ ദേഷ്യപ്പെട്ട് പറഞ്ഞ ശേഷം ഒരു 100 രൂപയും കൂടി കൂട്ടിക്കൊടുത്തു. 200 രൂപ കിട്ടിയ ഉടനെ ആ സ്ത്രീ വേഗം വന്ന വഴിയെ സ്ഥലം വിട്ടു. ആ കുട്ടി, നീ എന്തിനാ അവിടെ വന്ന്? രാക്കമ്മ കാശ് കൊടുത്ത സംഘത്തലവൻ ചോദിച്ചു. ഞാനിവിടുത്തെ കുട്ടികളെ സൗജന്യ വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടി കൗൺസിൽ അയച്ചിട്ട് വന്നതാ. നിങ്ങളെല്ലാവരും ചേർന്ന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കൾച്ചർ സെന്ററിന്റെ കെട്ടിടം വൃത്തിയാക്കി തരണം. നമുക്ക് അവിടെ കുട്ടികളെ വിരിച്ചിട്ട് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാം. ഇവിടുത്തെ കുട്ടികളെല്ലാം ജനിക്കുമ്പോൾ തന്നെ ഡിഗ്രി എടുത്തിട്ടാണ് ജനിക്കുന്ന മേഡം. ഇനി പ്രത്യേകിച്ച് ഒരു പഠിപ്പ് വേണം തോന്നില്ല. എന്തായാലും മേഡത്തിന്റെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. ആ കെട്ടിടം കാണിച്ചു തരാം, വരൂ. ആളാരെ വിശ്വസിച്ച് അവിടെ പിന്നാലെ അനുഗമിച്ചു. അവരവളെ ഏതോ ആൾപ്പാർപ്പില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് അവളെ നയിച്ചു. ആരുടെ കൂട്ടത്തിൽപ്പെട്ടതാണെങ്കിലും രാജു എന്ന പയ്യന് മീന ടീച്ചറുടെ സതുദ്ദേശത്തിൽ അല്പം മനസ്സലിവുണ്ടായി. അവന് കുറെ അനിയത്തിമാരാണ് കൂടപ്പിറപ്പായി ഉള്ളത്. അവരെ പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹവും അവന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതിനാണ് ഈ ടീച്ചർ വന്നിരിക്കുന്നതെന്ന ബോധം അവനെ ദയാലുവാക്കി. ആന്റണിയും സംഘം അവളെ നശിപ്പിക്കാനാണ് ആളൊഴിഞ്ഞ കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്നത് അവനറിയാം. അവരാ പെൺകുട്ടി എന്തെങ്കിലും ചെയ്യും മുമ്പ് ഗൊഗുവിനെ വിവരം അറിയിക്കണം. അവനുടനെ തന്നെ തന്റെ മൊബൈൽ ഫോണിൽ ഗൊഗുവിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഗൊഗു ആ പരിസരത്ത് തന്നെ ഉണ്ട്. തുടർന്ന് കുട്ടികളുടെ പഠനത്തിന് വേണ്ടി ഡെങ്കൽ കോളനി എത്തിയ പെൺകുട്ടി അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയവൻ നിമിഷങ്ങൾക്കുള്ളിൽ തന്റെ ബുള്ളറ്റിൽ അങ്ങോട്ടേക്ക് ഓടിയെത്തി. ഗൊഗുവിനെ കണ്ടതും ആന്റണിയുടെ കൂട്ടാളികൾ ചിതറി ഓടി. ബാക്കി ധൈര്യം സംഭരിച്ചെന്ന ഗുണ്ടകളെ നേരിട്ട് മീരെ രക്ഷിച്ചു. അവൻ അവിടെ ഉണ്ടായിരുന്നവരുടെ കൈ ചൂണ്ടി ഉച്ചത്തിൽ പറഞ്ഞു, നോക്കൂ കൂട്ടുകാരെ, നേരാവണ്ണം വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നിങ്ങളുടെ കുട്ടികളോട് അറിഞ്ഞിരിക്കല്ലേ. അവരെ ഒരു പൈസയില്ലാതെ സൗജന്യമായിട്ട് പഠിപ്പിക്കാനാ അധികൃതർ ഇവിടെ ഈ ടീച്ചർ മേഡത്തിനെ ഡെങ്കൽ കോളനിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഇവരെ തൊട്ടാ വിവരറിയും, ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും ഒരുത്തിന് ഇവരെ ശല്യം ചെയ്തു എന്നറിഞ്ഞാ ഞാനും വെറുതെ ഇരിക്കില്ല, പച്ചക്ക് കത്തിക്കും, പറഞ്ഞേക്കാം. നാളെ തൊട്ട് അവരവരുടെ കുട്ടികളെല്ലാവരും കുളിപ്പിച്ചൊരുക്കി പഠനത്തിന് കൊണ്ടുവരണം, മനസ്സിലായല്ലോ എന്ന് ശക്തമായി മുന്നറിയിപ്പ് നൽകി. അതിന്റെ പിറ്റേ ദിവസം തൊട്ട് മീരക്കാട് കുട്ടികളെ പഠിപ്പിക്കാനായി ആ പഴയ കൾച്ചറൽ സെന്റർ കെട്ടിടം അവൻ ശരിയാക്കി കൊടുത്തു.
അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഗൊഗ്ഗു അവന്റെ അനുയായികളും ചേർന്ന് ഒരുക്കി കൊടുത്തു. ആ കെട്ടിടത്തിൽ മീര ക്ലാസ്സുകൾ തുടങ്ങി. പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല. ചേരിയിലെ കുട്ടികൾക്ക് അച്ചടക്കമോ പഠനത്തിന് താല്പര്യമോ ഇല്ലായിരുന്നു. ആഹ്, അക്ഷരം പഠിക്കാനോ? അതും ഞങ്ങൾക്ക് നടക്കില്ല ടീച്ചറെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബഹളമുണ്ടാക്കി. എന്നാൽ മീര ക്ഷമയോടെ അവരെ ഓരോരുത്തരെയായി പിടിച്ചിരുത്തി. നിങ്ങൾ മിണ്ടാണ്ടിരുന്ന നമുക്കൊരു പാട്ട് പാടാം എന്നാൾ സ്നേഹത്തോടെ പറഞ്ഞു. കുറെ കുട്ടികൾ പാട്ടുകൾ പാടി അവരെ കേൾപ്പിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കുട്ടികൾ അവളുമായി പതുക്കെ ഇണങ്ങി തുടങ്ങി. ഒരു ദിവസം കൂട്ടത്തിലെ ഏറ്റവും കുസൃതിയായ കിച്ചു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങിയപ്പോൾ ആ ചെറിയ ക്ലാസ് മുറി സന്തോഷത്താൽ നിറഞ്ഞു. വൈകുന്നേരങ്ങളിൽ ടെന്റുകളിലേക്ക് മടങ്ങുന്ന കുട്ടികൾ പഠിച്ച അക്ഷരങ്ങളും പാട്ടുകളും ചൊല്ലുന്ന കണ്ടപ്പോൾ മാതാപിതാക്കൾ അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ മക്കളിങ്ങനെ മിടുക്കന്മാരായല്ലോ എന്ന് പറഞ്ഞ് ചേരിക്കാർ മീരയോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവർ ആ സ്കൂളിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. കുട്ടികൾ സന്തോഷത്തോടെ പഠിക്കുന്നുണ്ടപ്പോൾ ഗൊഗ്ഗുവിന്റെ മനസ്സിൽ മീരയോടുള്ള ബഹുമാനം കൂടി. അവനും സമയം കിട്ടുമ്പോഴൊക്കെ സ്കൂൾ പരിസരത്ത് വന്നിന്ന് സംരക്ഷണ കവചം പോലെ അവൾക്ക് സുരക്ഷിതത്വം ഒരുക്കി. തുടർന്ന് എന്നും സ്കൂളിലേക്ക് വരാൻ തുടങ്ങി. ആദ്യം എന്തിനൊക്കെയോ എന്ന വ്യാജേന, പിന്നീട് മീരയുടെ ക്ഷേമം അന്വേഷിക്കാനും ആൾക്ക് എന്തെങ്കിലും സഹായം വേണമോ എന്ന് തിരക്കാനും. തിരക്കുള്ള ദിവസങ്ങളിൽ തന്റെ ജോലിക്ക് പോകുന്ന വഴിയിൽ ഗൊഗ്ഗു സ്കൂളിന് മുമ്പിൽ ഇടക്ക് നിർത്തി കുട്ടികൾ സുരക്ഷിതരാണോ എന്ന് നോക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവരുടെ സൗഹൃദ ആഴത്തിൽ വളർന്നു വന്നു. ഒരു ദിവസം ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നപ്പോൾ ആ സ്കൂൾ കെട്ടിടത്തിന്റെ ഓടിളകി മീരയുടെ തലയിലേക്ക് വീഴുകയും ആൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗൊഗ്ഗു ഉടൻ തന്നെ ഓടിയെത്തി റിക്ഷ പിടിച്ച് അവളെ ആശുപത്രിയിൽ എത്തിക്കുകയും അതീവ കരുതലോടെയും ആത്മാർത്ഥതയോടെയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അവളുടെ കാര്യങ്ങളിലെ ഗൊഗ്ഗുവിന്റെ കരുതലും സ്നേഹവും അവിടെയുള്ള എല്ലാവർക്കും മനസ്സിലായി. ഗൊഗ്ഗുവിന് മീര ടീച്ചറോട് പ്രണയം തന്നെ. ഇല്ലെങ്കിൽ ഇത്ര കണ്ട് സഹായിക്കുമോ? പിറ്റേ ദിവസം തന്നെ മീരയ്ക്കും കുട്ടികൾക്കും പഠിക്കാൻ കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദമായ നല്ലൊരു പുതിയ കെട്ടിടം ശിവനും അവന്റെ അനുയായികളും ചേർന്ന് ശരിയാക്കി കൊടുത്തു. അങ്ങനെ ആ സ്കൂൾ പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയൊരു കെട്ടിടത്തിലേക്ക് മാറി. പുതിയൊരു ഉന്മേഷവും എല്ലാവരിലും ഉണ്ടായി. കുട്ടികളുടെ പഠനം കൂടുതൽ അടിപൊളിയായി നടക്കാൻ തുടങ്ങി. ഇതിനെല്ലാം പുറമെ ആ മധുരമായ പ്രണയത്തിന്റെയും അറിവിന്റെയും സ്പർശനം ഗൊഗ്ഗുവിനൊരു നല്ല മനുഷ്യനായി പൂർണ്ണമായി മാറ്റിമറിച്ചു. അവൻ തന്റെ പഴയ അക്രമാസക്തമായ ജീവിതം എന്നേക്കുമായി ഉപേക്ഷിച്ച് മീരക്കൊപ്പം സമാധാനപൂർണവും സന്തോഷഭരിതമായ ഒരു പുതിയ ജീവിതം സ്വപ്നം കണ്ട് നടക്കാൻ തുടങ്ങി. അന്നൊരു കനത്ത മഴയുള്ള ദിവസമായിരുന്നു. ചോലപ്പാടിയിലെ മലയിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ മലയോട് ചേർന്ന് ആ ഗ്രാമത്തിലേക്ക് കടക്കുന്ന പാലം തകരാറിലായി. ആ ദുരന്തത്തിൽ 3-4 ആൾക്കാർ മണ്ണിനടിയിലായതായി കുട്ടികൾ പഠിക്കുന്ന അവസരത്തിൽ മീര അറിയുന്നു. ഇത് കേട്ട മീര ഭയന്നുപോയി. അപ്പോൾ തന്നെ മീരയുടെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങോട്ട് വരരുത്, പാലം തകർന്നിട്ടുണ്ട്, വഴിയില്ല, നീ അവിടെ എവിടെയെങ്കിലും നിൽക്കൂട്ടോ. അങ്ങനെ ഗതാഗതം മുട്ടിയ ആ സാഹചര്യത്തിൽ ഭയന്ന് നിന്ന മീരെ ഗൊഗ്ഗു തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇന്ന് മീരയ്ക്ക് എന്തായാലും നാട്ടിലേക്ക് ചെല്ലാൻ പറ്റില്ല. എന്റെ വീട്ടിൽ അമ്മയുണ്ടല്ലോ, അമ്മയുടെ കൂടെ കഴിയാം, പിന്നെ എന്തിനു ഭയക്കണം, വരൂ. ഗൊഗ്ഗുവിന്റെ സ്നേഹത്തോടു കൂടിയുള്ള അപേക്ഷ അവൾക്ക് നിരസിക്കാൻ പറ്റിയില്ല. സാഹചര്യം അങ്ങനെയാണ്. ഗൊഗ്ഗുവിന്റെ കൂടെ വീട്ടിൽ പോകുക തന്നെ. അങ്ങനെ ഗൊഗ്ഗു മീരയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചാറ്റൽ മഴ പെയ്യുന്നുണ്ട്. പക്ഷെ അത് വകവെക്കാതെ തന്റെ ബുള്ളറ്റിൽ അവൻ അവളെയും കൊണ്ട് വീട്ടിലെത്തി. ഗൊഗ്ഗു മീരയും കൂട്ടി വീട്ടിലെത്തിയപ്പോൾ മഴയത്ത് നനഞ്ഞു നിൽക്കുന്ന അവളെ കണ്ടതും അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു, ആരാടാ ഇത്? നീ ഏതാടി പെണ്ണേ? അമ്മ, ഞാൻ പറയാറില്ലേ ചേരി പിള്ളേരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറെ കുറിച്ച്. ഇതാ ടീച്ചറാ. ഓ, എന്റെ മോനെ കയ്യും കണ്ണും കാണിച്ച് ഇതിനെ വളച്ചോ? ഇതിന്റെ പിന്നാലെ പോലീസ് വരുവാടാ. എന്റെ അമ്മയെ ഞാനിതിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നല്ല ഇങ്ങനെ പറയാൻ. ഈ ടീച്ചറുടെ നാട്ടിൽ ഉരുൾപൊട്ടല ടി-വിയിലും വാർത്തയിലൊക്കെ കാണുന്നില്ലേ? അത് ഇവരുടെ നാടാ. ആ നാട്ടിലേക്ക് പോകുന്ന പാലവും തകർന്നിരിക്കുക. അതുകൊണ്ട് ഇവളുടെ അമ്മ വിളിച്ചു പറഞ്ഞിരുന്നു അവിടെ എവിടെയെങ്കിലും തൽക്കാലം നിൽക്കാൻ. അതറിഞ്ഞപ്പോൾ ഞാൻ അവരെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്. ജഗ്ഗു പറഞ്ഞു. ആഹാ, ഈ കുട്ടി ചോലപ്പടിക്കാരിയാണോ? ആ ചോലപ്പടിയിലെ ഉരുൾപൊട്ടൽ വാർത്ത ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടേക്ക് സോമണ്ണ കടന്നു വന്ന് സ്നേഹത്തോടെ പറഞ്ഞു, ഓ അങ്ങനെയാണോ? വാ മോളെ, മോളെ പേടിക്കണ്ട കേട്ടോ, അകത്തേക്ക് വാ, എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ നിൽക്കാം. മോൾക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളൊക്കെ ഈ അമ്മ ചെയ്തു തരാം. അമ്മയുടെ വാക്കിൽ കേട്ട് മീര അകത്തേക്ക് കയറിപ്പോയി. ഒരു വിരുന്നുകാരി വീട്ടിൽ വന്ന പോലെ ഗൊഗ്ഗുവിന്റെ അമ്മ മീരയെ പരിചരിച്ചു. അന്ന് രാത്രി മീരയെ അമ്മ ഒരു ബെഡ്റൂമിൽ കിടന്നു. ഗൊഗ്ഗു സോമണയെ തന്റെ കൂടെ കിടക്കാൻ ശ്രമിച്ചെങ്കിലും സോമണ്ണ ഹാളിൽ കിടന്നു. പിറ്റേന്ന് മീരയും കൂട്ടി ഗൊഗ്ഗു അവന്റെ ബുള്ളറ്റിൽ പഠന കേന്ദ്രത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു. യാത്രക്കിടയിൽ റോഡിൽ വെച്ച് പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ അടുത്ത് കണ്ട ആളൊഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ ബുള്ളറ്റ് നിർത്തി അവിടെ കയറി നിന്നത്. ചുറ്റും വിജനമായ അന്തരീക്ഷത്തിൽ പെട്ടെന്നൊരു ഇടിവെട്ടുകയും പേടിച്ചു പോയ മീര ടീച്ചറുടെ ഭയം മറന്ന് ഗൊഗ്ഗുവിനിറുകെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആൾക്ക് ഇത്രയധികം ഇടിയെ പേടിയാണെന്ന് ഗൊഗ്ഗോട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. മീര അവനെ കെട്ടിപ്പിടിച്ച നിമിഷം അവന്റെ ഷർട്ടിൽ നിന്നുള്ള പെർഫ്യൂമിന്റെ സൗമ്യമായ ഗന്ധം അവളുടെ ഉള്ളിൽ ഒരു പുതിയ അനുഭൂതി നിറച്ചു. അത് അവളുടെ ഭയത്തെ അകറ്റി. അവിടെ ഒരു സുരക്ഷിതത്വം ഉണ്ടായി. അതേസമയം മീരയുടെ ശരീരം തന്റെ നെഞ്ചിലേക്ക് ചേർന്നപ്പോൾ ഗൊഗ്ഗുവിൽ അതുണ്ടാക്കിയ അനുഭൂതി പറഞ്ഞറിയിക്കാനാവാത്തതായിരുന്നു. അവളുടെ സ്പർശനം അവൻ പ്രതീക്ഷിച്ചല്ല. ആ അനർഘ നിമിഷം അവനിൽ പ്രണയം നിറച്ചു. ചോലപ്പടിപ്പാറ യുദ്ധകാലാടിസ്ഥാനത്തിൽ നന്നാക്കി തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന വാർത്ത അറിഞ്ഞോടെ മീര വീട്ടിലേക്ക് പോയി.
അവിടെ അവൾ താനൊരു സുഹൃത്തിന്റെ വീട്ടിലാണ് തങ്ങിയെന്നും അവിടുത്തെ സ്നേഹസമ്പന്നയായ അമ്മ തനിക്ക് കിടക്കാനിടവും ഭക്ഷണം തന്ന് സഹായിച്ചെന്ന സത്യം അവൾ അമ്മയോട് പറഞ്ഞു. ആ രാത്രി കിടക്കയിലേക്ക് വീഴുമ്പോൾ ഗൊഗുവിന്റെ ചിന്തകൾ അവളുടെ മനസ്സിലൂടെ ഒരു മിന്നൽ പിണർ പോലെ കടന്നുപോയി. അപ്പോഴും ആ ബസ് സ്റ്റോപ്പിലെ ഓർമ്മകൾ അവളുടെ ഉള്ളിൽ വീണ്ടും ഉണരുകയായിരുന്നു. അവന്റെ ഷർട്ടിൽ പറ്റിപ്പടർന്ന പെർഫ്യൂമിന്റെ സൗമ്യമായ ഗന്ധം മീരയുടെ ഉള്ളിൽ ഒരു പുതിയ അനുഭൂതി നിറച്ചു. അവൾക്കൊരു പുതിയ സുരക്ഷിത അനുഭവിച്ചു. അപ്പോൾ അവൾ അറിയാതെ തന്നെ അവളുടെ മനസ്സിനോട് ചോദിച്ചു, തനിക്ക് ജഗ്ഗുവിനോട് പ്രണയമാണോ? അവളുടെ മനസ്സ് പറഞ്ഞു, അതെ, ഇത് പ്രണയമാണ്. ഗൊഗു എന്ന അസുരനോടുള്ള ഒരു തൊട്ടാവാടിപ്പെണ്ണിന്റെ പ്രണയം. മറുഭാഗത്ത് ആ രാത്രി ഗൊഗുവിന് ഉറക്കം വന്നില്ല. അവൻ തിരിഞ്ഞു മറിഞ്ഞും കിടന്നു. മീര എന്ന പെൺകുട്ടി അവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരികയായിരുന്നു. എത്ര മായ്ക്കാൻ ശ്രമിച്ചിട്ട് അവളുടെ ആ പുഞ്ചിരിക്കുന്ന മുഖവും സൗമ്യമായ ഭാവവും അവനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവളുടെ കണ്ണുകൾ അവന്റെ മുമ്പിൽ വന്നു നിൽക്കുന്ന പോലെ തോന്നി. ഒടുവിൽ അവൻ ആ ഓർമ്മകളുടെ ആഴത്തിൽ തലയിണിറുകെ കെട്ടിപ്പിടിച്ച് കിടന്നു. ചോലപ്പടിയിലേക്ക് പോവേണ്ട ബസ്സുകൾ പെട്ടെന്നൊരു പണിമുടക്കാരൻ സർവീസ് നിർത്തിയിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോകാനാവാതെ വിഷമിച്ച മീര ഒടുവിൽ ഗൊഗുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ആളുടെ വിഷമം കേട്ട ഗൊഗു പറഞ്ഞു, മീര, നീ വിഷമിക്കണ്ട, എന്റെ വീട്ടിലേക്ക് വരാം. അന്ന് ഉരുൾപൊട്ടലുണ്ടായ ദിവസം നിന്ന പോലെ നിൽക്കാം. അയ്യോ, അത് വേണ്ട, അത് ശരിയാവില്ല. അന്നെൻ്റെ മനസ്സിലൊന്നുമില്ലായിരുന്നു. ആരെക്കുറിച്ചൊരു മോഹ ചിന്തയൊന്നുമില്ലാതെ നിഷ്കളങ്കമായ മനസ്സും. ഇപ്പം എൻ്റെ മനസ്സിൽ ഗൊഗുണ്ട്. ഗൊഗുവിൻ്റെ വീട്ടിലേക്ക് കടന്നു വരേണ്ട എങ്ങനെ വേണമെന്നുള്ള സ്വപ്നങ്ങളുണ്ട്. അതിനിടയിൽ ഒരു ദിവസമൊക്കെ അവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പറ്റുമെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടാൽ മതി. ശരി, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവൻ തന്നെ ബുള്ളറ്റിൽ മീരയെ കൂട്ടാൻ ചെന്നു. അന്ന് ആ ഉരുൾപൊട്ടലുണ്ടായ ദിവസം പേടിച്ചിരുന്ന മീരയെ ചേർത്ത് പിടിച്ച അതേ പരിചരണത്തോടെ ഗൊഗു അവളെ തന്റെ ബുള്ളറ്റിലേക്ക് പിന്നിലെത്തി ചോലപ്പടിയിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ ചോലപ്പടിയിലെ പലരും അവരെ കണ്ടു. ആരെയും ഭയക്കാതെ ഗൊഗു ബുള്ളറ്റ് പതുക്കെയാണ് ഓടിച്ചത്. ഇതാ ഡെങ്കൽ കോളനികളെ ഗൊഗു അല്ലേ? ഇവനായിട്ടാണ് അവളുടെ കൂട്ടിട്ട്. നമ്മൾ പറഞ്ഞ പോലെ മീര നശിച്ചുപോയല്ലേ എന്നൊക്കെയുള്ള നാട്ടുകാരുടെ കമന്റുകൾ കാറ്റിൽ പറക്കുന്ന പോലെ മീരയുടെ കാതുകളിൽ തുളഞ്ഞെത്തി. പലരും മൂക്കത്തി വിരൽ വെച്ചു. ഗൊഗു അവളെ വീട്ടിലിറക്കാൻ എത്തിയത് മീരയുടെ അമ്മ കാണുന്നുണ്ടായിരുന്നു. ബുള്ളറ്റ് വീട്ടുമുറ്റെന്നപ്പോൾ അമ്മ ഓടിയെത്തി. ആരാ മോളെ ഇത്? അപ്പോൾ മീര സത്യമ്മയ്ക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞു, അമ്മേ, ഇത് ഗൊഗുവാണ്. അന്ന് ആ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഞാൻ അഭയം തേടി ഇവരുടെ വീട്ടിലായിരുന്നു. അതെന്നെ സഹായിച്ചും കാത്തു രക്ഷിച്ചും ഇയാളുടെ കുടുംബമായിരുന്നു. ഗൊഗുവിനോടുള്ള മീരയുടെ ബന്ധം നാട്ടിൽ തീ പോലെ പടർന്നു. എല്ലാവരും പറഞ്ഞു, എടോ, ഇവളേതോ അവനെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പ്രതീക്ഷിച്ചതാ. നാട്ടുകാരുടെ സംസാരം കേട്ട് മീരയുടെ അമ്മക്കും വലിയ വിഷമമായി. അവർ മകളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മീര കരച്ചിലടക്കി അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ സത്യം വെളിപ്പെടുത്തി. എനിക്ക് ഗൊഗുവിനെ ഇഷ്ടമാണ് അമ്മേ. അയാൾക്ക് എന്നെ ഇഷ്ടമാണ്. ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അമ്മ ഞങ്ങൾ അനുഗ്രഹിക്കണം. ചോലപ്പടിയിലെ ബസ് സമരം പിൻവലിച്ചെന്ന സന്തോഷ വാർത്ത മീര രാത്രി ടിവിയിലൂടെ അറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മീര ഡെങ്കൽ കോളനിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞു. എന്തിനാ അമ്മേ എന്ന് മീര ചോദിച്ചെങ്കിലും അമ്മയുടെ മനസ്സിലുള്ള എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. മീര സ്കൂളിലെത്തിയതിനു ശേഷമാണ് അമ്മ ഗൊഗുവിന്റെ വീട് അന്വേഷിച്ച് പോയത്. അങ്ങനെ അമ്മ ഗൊഗുവിന്റെ വീട്ടിലെത്തി. അവിടെയുള്ള അവന്റെ അമ്മയെയും സോമണിയെയും കണ്ടു. ഞാൻ മീരയുടെ അമ്മയാണ്, ഗൊഗുവിനെ പറ്റി സംസാരിക്കാനാ വന്ന് എന്നവർ പറഞ്ഞു. പെട്ടെന്ന് എന്താണ് കാര്യമെന്ന് ഗൊഗുവിന്റെ അമ്മ ചോദിച്ചപ്പോൾ, അവര് തമ്മിലെ പ്രണയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ലേ? സംശയം തോന്നി ഗൊഗുവിന്റെ അമ്മ ഉടനെ തന്നെ ഗൊഗുവിനെ ഫോണിൽ വിളിച്ച് ചോദിച്ചു. എടാ, നീ പ്രണയത്തിലാണോടാ? ടീച്ചറുടെ അമ്മയോട് വന്നിട്ടുണ്ട്, എന്താ കാര്യം? അപ്പോൾ ഗൊഗു പറഞ്ഞു, അതേമ്മേ, ഞങ്ങൾ പ്രണയത്തിലാണ്. ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനായിരിക്കും അവർ വന്ന്. അമ്മ നന്നായിട്ട് സംസാരിക്കണം, ഭാഷണത്തിലൊന്നും എടുക്കല്ലേ. ഗൊഗു പറഞ്ഞനുസരിച്ച് ആ അമ്മ മീരയുടെ അമ്മയോട് വളരെ നന്നായി പെരുമാറി. സംസാരത്തിൽ ഇരുവരുടെയും പ്രണയം മനസ്സിലാക്കി ഇരു അമ്മമാരും ഇവരുടെ യുവാക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഗൊഗുവിന്റെ അമ്മയ്ക്ക് മീരയുടെ അമ്മയെ വളരെ ഇഷ്ടമായി. അങ്ങനെ ഒടുവിൽ തങ്ങളുടെ മക്കളുടെ സന്തോഷവും ഇഷ്ടവും നടക്കട്ടെ എന്ന് അവർ തീരുമാനിച്ചു. ഒരു ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായ ചടങ്ങോടെ അവരുടെ വിവാഹം കഴിഞ്ഞു. എനിക്കെന്നെ നാട്ടുകാരുടെ അനുഗ്രഹവും ആശീർവാദം വേണം. അതിനെന്നെ സഹായിക്കണം ഗൊഗു, പ്ലീസ്. വിവാഹവേഷത്തിൽ തന്നെ ഗൊഗുവും മീരയും ചോലപ്പടിയിലെ ഒരു പ്രധാന കവലയിലേക്ക് ബൈക്കിൽ വന്നിറങ്ങി. ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ ഒരു മൗനം പടർന്നിരുന്നു. ഒരു കാലത്ത് പരിഹാസത്തിന്റെ കൂരുമ്പുകൾ ഇതാ നാട്ടുകാരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഗൊഗുവിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. കഥാപാത്രങ്ങളുടെ വൈകാരിക സംഘർഷങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എഴുത്തുകാരനെ പോലെ അവൻ അവരുടെ മനസ്സ് വായിച്ചു. ഗൊഗു തന്റെ പ്രണയിനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നാട്ടുകാരോട് സംസാരിച്ചു തുടങ്ങി. സുഹൃത്തുക്കളെ, ഒരു ദാരുണമായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ തുടങ്ങിയതാ ഞങ്ങളുടെ പ്രണയത. അന്ന് എന്നെയും കുടുംബത്തെയും തെറ്റിദ്ധരിച്ചവരാണ് നിങ്ങളിൽ പലരും. പക്ഷെ മീരയുള്ള എന്റെ സ്നേഹം ആത്മാർത്ഥമാണ്. അവളെന്റെ ജീവിതം. ഞങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് മുമ്പിൽ തുറന്ന പുസ്തകം പോലെ എപ്പോഴും ഉണ്ടാവും. ഒരു പോരായ്മയില്ലാതെ ഞാൻ ഇവളെ അല്ല, നിങ്ങളുടെ സ്വന്തം മകളെ നോക്കൂ. ഗൊഗുവിന്റെ വാക്കുകളിലെ ആത്മാർത്ഥതയും മീരയുടെ കണ്ണുകളിലെ കണ്ണീന്റെ തിളക്കവും ആ ഗ്രാമീണരുടെ മനസ്സലിയിച്ചു. അവരിൽ നിന്ന് ഉയർന്നു വന്ന മുറിവുറുപ്പുകൾ ഒടുവിൽ അനുമോദനങ്ങളായി മാറി. ആരും പ്രതീക്ഷിക്കാത്ത ആ സ്നേഹത്തിന്റെ ആഴം അവർ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അറിയിക്കുന്നതാണ് ഈ ബന്ധം. നിങ്ങളുടെ സ്നേഹം വിജയിക്കട്ടെ എന്ന് പറഞ്ഞ ആ നാട്ടുകാരൊടുവിൽ ആ യുവ ജോഡി ഇരുകൈകളും നീട്ടി അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ തിളക്കവുമായി ദാമ്പത്യ ജീവിതത്തിലേക്ക് ചൂടക്കുന്ന രണ്ട് ഹൃദയങ്ങളും ആ ഗ്രാമത്തോട് യാത്ര പറഞ്ഞു.